നല്ല സ്ഥലം. എടി, ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം ഇതാ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോടൊരു സീരിയസ് മാറ്റർ ഇപ്പോഴേ പ്രസന്റ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ തവണ തന്റെ മോളോട് എന്നെ മൂഞ്ചിപ്പിച്ച പോലെ ഈ വട്ടം എന്നെ വലിപ്പിക്കാൻ ഒട്ടും വിചാരിക്കണ്ട. അതുകൊണ്ട് എന്റെ ഷെയർ എനിക്ക് കറക്റ്റായിട്ട് എന്റെ പോക്കറ്റിൽ കിട്ടണം. ഇല്ലെങ്കിൽ ഈ ഡീല് ഞാൻ കഞ്ഞിപ്പുര കയറ്റും. നിനക്കറിയാലോ, ഞാൻ വെറും. അതെനിക്കറിയാം. എന്ത്? അല്ല, നിന്റെ ഷെയർ തരണോന്ന് എനിക്കറിയാം. നിങ്ങളാണോ എയർപോർട്ട് പണിയ ഫ്ലൈറ്റ് വാങ്ങിക്കാൻ വന്നേ? എന്ത്? അല്ല, റിസോർട്ട് പണിയ പ്ലോട്ട് വാങ്ങിക്കാൻ വന്നേ? യെസ്. ഓക്കെ, ഞാനാണ് ബ്രോക്കർ. നമുക്കിവിടെ 50 ഏക്കേഴ്സ് ഉണ്ട്. ഇതിന്റെ നടുക്ക് നിങ്ങൾ റിസോർട്ട് പണിയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായി. എന്ത് സാർ, എന്ത് മേഡം, എന്റെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? വല്ലാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മൊത്തം 50 ഏക്കർ ഉണ്ട്. ഇതിന്റെ നടുക്ക് നിങ്ങൾക്ക് നല്ലൊരു റിസോർട്ട് പണിയാം. വേണമെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കൂറ്റൻ ബിൽഡിംഗ് പണിയിട്ടാൽ നിങ്ങൾക്കുള്ള ഗുണം അങ്ങോട്ടൊന്ന് നോക്കൂ. എന്താ? അയ്യോ, ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളവിടെ കാണാൻ പറ്റുമോ കോട? എടോ, തന്റെ കോട എവിടെ നിൽക്കട്ടെ. താൻ ഇതിന്റെ കാര്യം പറ. ഇതിന്റെ ഓണർ എന്ത് ചെയ്യും? അയ്യോ, നമ്മൾ കോട കാണാൻ വന്നതല്ല. ആക്ച്വലി ഇതിന്റെ ഓണർ അമേരിക്കയിലാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, ഓസ്ട്രേലിയയിലാണോ അതോ ലണ്ടനിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്കറിയത്തില്ല സാർ എവിടെയാണെന്ന്. പിന്നെ നീ എന്നെ മൂഞ്ചാനാടാ വസ്തു വലിക്കാനെന്ന് പറഞ്ഞ് പ്ലക്കാർഡ് നമ്പരും കൊടുത്തിട്ട് ഉണങ്ങിയ പുല്ലിന്റെ ഷർട്ട് വിട്ട് വന്നിട്ട് നിൽക്കുന്നോടാ തെണ്ടി. ഉണങ്ങിയ പുല്ല ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിട്ട് ഇന്നലെ പോയി വാങ്ങിച്ചതാ. കൊള്ളത്തില്ല. നല്ലതാ. എനിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്ലക്കാർഡിനകത്ത് നമ്പർ എഴുതി വെച്ചത് ഞാൻ തന്നെ. ആരെങ്കിലും വിളിക്കുന്നൊരു ടോക്കണെങ്കിലും തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വന്നേ. എനിക്കിപ്പോ മനസ്സിലായി നിങ്ങളെ ആരെയും പറ്റിക്കാൻ പറ്റില്ലെന്ന്. എന്നാ ഞാൻ പോട്ടെ. എന്നാ പോവാം. അല്ലടി, ഇവിടെ നിൽക്കാൻ രണ്ടു മൂന്നെണ്ണോടെ കാണാൻ. ആരെങ്കിലും വിളിച്ചാൽ ലിപ്സ്റ്റിക്കും ഒത്തിക്കൊണ്ട് ഇറങ്ങിക്കോളും വസ്തു ചരക്കാൻ. ആകെ ഉള്ളതോ PF-ന്റെ 19,000 രൂപ ഫണ്ടും.